നമസ്കാരം. കേരളത്തിലെ യുവ രാഷ്ട്രീയ നിരയിൽ ഏറെ ശ്രദ്ധേയനായ രാഹുൽ മാങ്കൂട്ടം നേരിടുന്ന അപ്രതീക്ഷിത തിരിച്ചടികളും അതിൽ നിന്നുള്ള രാഷ്ട്രീയമായ ഉയർത്തെഴുന്നേൽപ്പും ഒക്കെ തന്നെ ലക്ഷ്യമിട്ടുള്ള നിർണായക ചർച്ചകളാണ് ഇപ്പോൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ സജീവമാകുന്നത്. ലൈംഗിക ആരോപണങ്ങളും അതോടൊപ്പം തന്നെ തുടർന്നുണ്ടായിട്ടുള്ള നിയമ നടപടികളും ഒക്കെ തന്നെ രാഹുലിനെ തൻ്റെ പ്രസ്ഥാനമായിട്ടുള്ള കോൺഗ്രസിൽ നിന്ന് താൽക്കാലികമായി മാറ്റി നിർത്തുന്ന സാഹചര്യത്തിലേക്ക് നയിച്ചിരുന്നു. എന്നാൽ ഈ കേസുകളെല്ലാം രാഷ്ട്രീയ പ്രേരിതമാണെന്നും സർക്കാരിൻ്റെ വേട്ടയാടലാണെന്നും വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങൾ കേരളത്തിലുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഈ ജനപിന്തുണയും പ്രത്യേകിച്ചും സ്ത്രീ സമൂഹത്തിനിടയിലുള്ള സ്വാധീനവും കണക്കിലെടുത്ത് തൻ്റെ രാഷ്ട്രീയ അസ്തിത്വം അത് വീണ്ടെടുക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് രാഹുൽ ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്തുണ്ടാകുക എന്നത് രാഹുലിൻ്റെ രാഷ്ട്രീയ നിലനിൽപ്പിന് തന്നെ അത്യന്താപേക്ഷിതമാണെന്ന തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ട്. കോൺഗ്രസിലേക്ക് ഔദ്യോഗികമായിട്ട് മടങ്ങി വരാൻ രാഹുൽ പലതവണ ശ്രമിച്ചെങ്കിലും പാർട്ടി നേതൃത്വത്തിലെ ചില പ്രമുഖരുടെ കടുത്ത നിലപാടുകൾ അദ്ദേഹത്തിന് തടസ്സമായി നിൽക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും രാഹുലിൻ്റെ മടങ്ങിവരവിനോട് അനുകൂലമായ നിലപാടല്ല സ്വീകരിക്കുന്നതെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എങ്കിൽ തന്നെയും പാർട്ടിക്കുള്ളിലെ ഒരു വലിയ വിഭാഗം നേതാക്കളും പ്രവർത്തകരുമൊക്കെ തന്നെ രാഹുലിനെ പിന്തുണയ്ക്കുന്നുണ്ട്. ഈ ആഭ്യന്തര തർക്കങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ എങ്ങനെ രാഷ്ട്രീയമായി പ്രസക്തനാക്കി നിർത്താം എന്നതിനെക്കുറിച്ച് രാഹുലും അദ്ദേഹത്തിൻ്റെ അടുത്ത വൃത്തങ്ങളും ഗൗരവമായിട്ടുള്ള ആലോചനകൾ നടത്തി വരികയാണ്. ഇതിൻ്റെ ഭാഗമായി പാലക്കാട് നിയോജക മണ്ഡലത്തിൽ സ്വതന്ത്രനായിട്ട് മത്സരിക്കുന്നതിനെക്കുറിച്ച് അദ്ദേഹം പ്രാഥമിക പഠനങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. സ്വകാര്യ ഏജൻസിയെ ഉപയോഗിച്ച് പാലക്കാട് മണ്ഡലത്തിൽ നടത്തിയ സർവേ പഠനങ്ങൾ അത് രാഹുലിന് അനുകൂലമായിട്ടുള്ള സൂചനകളാണ് നൽകിയത്. എന്നിരുന്നാലും ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിത്വം കോൺഗ്രസിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയുടെ പരാജയത്തിന് കാരണമായാൽ അത് തൻ്റെ രാഷ്ട്രീയ ഭാവിക്ക് ദോഷം ചെയ്യുമെന്ന ഭയം രാഹുലിനുണ്ട്. പാർട്ടിയെ വഞ്ചിച്ചവനെന്ന മുദ്ര കുത്തപ്പെടാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് നേതൃത്വവുമായിട്ട് ധാരണയിലെത്തിക്കൊണ്ട് പാർട്ടിയുടെ കൂടി താല്പര്യപ്രകാരം മത്സരരംഗത്ത് ഇറങ്ങാനാണ് അദ്ദേഹം ഇപ്പോൾ താല്പര്യപ്പെടുന്നത്. പാർട്ടിക്കുള്ളിലെ ഒരു വിഭാഗം നേതാക്കൾക്കും രാഹുലിനെ പൂർണ്ണമായി കൈവിടുന്നതിൽ ആശങ്കയുണ്ട്. പിണറായി സർക്കാരിനെതിരെ കടുത്ത നിലപാടുകൾ സ്വീകരിക്കുന്ന രാഹുലിനെ ചേർത്ത് നിർത്തുന്നത് UDFന് ഗുണകരമാകുമെന്നാണ് അവരുടെ വിലയിരുത്തൽ. ഈ സാഹചര്യത്തിലാണ് ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത വിധം ഒരു തന്ത്രം അത് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് പാലക്കാട് MP VK ശ്രീകണ്ഠനും രാഹുൽ മാങ്കൂട്ടവും തമ്മിൽ അടൂരിലെ ഒരു സ്വകാര്യ ഹോട്ടലിൽ വെച്ച് രഹസ്യ കൂടിക്കാഴ്ച നടത്തിയത്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ അറിവോടും സമ്മതത്തോടും കൂടിയാണ് ഈ ചർച്ച നടന്നതെന്നാണ് ഏറ്റവും വിശ്വസനീയമായിട്ടുള്ള വിവരം. കൂടിക്കാഴ്ചയെക്കുറിച്ച് ചോദിച്ചപ്പോൾ നേതാക്കൾ സ്വാഭാവികമായ സന്ദർശനമെന്ന് വിശേഷിപ്പിച്ചെങ്കിലും രാഷ്ട്രീയ വൃത്തങ്ങൾ ഇതിനെ ഒരു വലിയ മാറ്റത്തിൻ്റെ മുന്നോടിയായിട്ടാണ് കാണുന്നത്. രാഹുലിനെ ഒരു പൊതുവേദിയിൽ കണ്ടാൽ താൻ സംസാരിക്കുമെന്ന് സതീശൻ തന്നെ വ്യക്തമാക്കിയത് പുതിയ ധാരണകൾ പ്രകാരം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ധർമ്മടത്ത് രാഹുൽ മാങ്കൂട്ടം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാനാണ് സാധ്യത. കോൺഗ്രസും UDFും ഈ നീക്കത്തിന് പൂർണ്ണ പിന്തുണ നൽകുകയും ചെയ്യും. CPMൻ്റെ കരുത്തുറ്റ കോട്ടയായിട്ടുള്ള ധർമ്മടത്ത് മുഖ്യമന്ത്രിയെ നേരിടാനായിട്ട് രാഹുലിനെ പോലൊരു യുവ നേതാവിനെ ഇറക്കുന്നത് മത്സരത്തിൻ്റെ ആവേശം വർദ്ധിപ്പിക്കും. മുഖ്യമന്ത്രിയെ സ്വന്തം മണ്ഡലത്തിൽ തളച്ചിടാനും അതുവഴി സംസ്ഥാനത്തെ മറ്റ് മണ്ഡലങ്ങളിൽ UDFന് മേൽക്കൈ നേടാനും ഈ നീക്കം സഹായിക്കുമെന്ന് രാഷ്ട്രീയ ഉപദേശകർ കോൺഗ്രസിനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഈ നിർദ്ദേശം രാഹുൽ അനുകൂലമായി സ്വീകരിച്ചതായിട്ടും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ധർമ്മടത്തെ ഈ പോരാട്ടം രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഒരു സുവർണ അവസരമാണ്. മുഖ്യമന്ത്രിയെ നേരിട്ടുള്ള പോരാട്ടത്തിൽ വെല്ലുവിളിക്കുന്നതിലൂടെ UDFൻ്റെ മുൻനിര പോരാളിയായിട്ട് സ്വയം അടയാളപ്പെടുത്താൻ അദ്ദേഹത്തിന് സാധിക്കും. തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ പോലും മുഖ്യമന്ത്രിയുടെ ഭൂരിപക്ഷം കുറയ്ക്കാൻ സാധിച്ചാൽ അത് വലിയ രാഷ്ട്രീയ വിജയമായിട്ട് മാറുകയും ചെയ്യും. ഇത് തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ മടങ്ങിവരവ് സുഗമമാക്കുകയും ചെയ്യും. VK ശ്രീകണ്ഠൻ, ഷാഫി പറമ്പിൽ തുടങ്ങിയ പ്രമുഖ നേതാക്കളുടെ പിന്തുണയും ഈ നീക്കത്തിന് പിന്നിലുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിൽ തന്നെ രാഹുൽ മാങ്കൂട്ടം ധർമ്മടത്തെത്തി തൻ്റെ സാന്നിധ്യം അറിയിക്കുമെന്നും പ്രചരണ പരിപാടികൾ അനൗദ്യോഗികമായിട്ട് ആരംഭിക്കുമെന്നുമാണ് അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന. സമാനമായ ഒരു നീക്കം നിലവിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവായിട്ടുള്ള PV അൻവർ ബേപ്പൂർ മണ്ഡലത്തിൽ നടത്തുന്നുണ്ട്. മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ അൻവർ നടത്തുന്ന പ്രചരണം UDFന് ആ മണ്ഡലത്തിൽ വലിയ മൈലേജ് നൽകുന്നുണ്ട്. ഇതേ തന്ത്രം ധർമ്മടത്തും പയറ്റാനാണ് കോൺഗ്രസ് ഇപ്പോൾ ആലോചിക്കുന്നത്. മുഖ്യമന്ത്രിയെ വിജയ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള രാഹുലിൻ്റെ ശൈലിയും കടുത്ത വിമർശനങ്ങളും സോഷ്യൽ മീഡിയയിലും യുവാക്കൾക്കിടയിലും തരംഗമുണ്ടാക്കാൻ പോകുന്നതാണ്. ധർമ്മടത്ത് ഒരു അട്ടിമറി വിജയം ആരും പ്രതീക്ഷിക്കുന്നില്ലെങ്കിലും രാഹുലിൻ്റെ സാന്നിധ്യം ഇടത് ക്യാമ്പിനെ പ്രതിരോധത്തിലാക്കാനായിട്ട് സഹായിക്കുമെന്ന് ഉറപ്പാണ്. രാഹുൽ ധർമ്മടത്തേക്ക് മാറുന്ന സാഹചര്യത്തിൽ പാലക്കാട് മണ്ഡലത്തിൽ പകരം സ്ഥാനാർത്ഥിയായിട്ട് ചലച്ചിത്ര താരം രമേശ് പിഷാരടിയെ കൊണ്ടുവരാനാണ് കോൺഗ്രസിൻ്റെ നീക്കം. രാഹുലിൻ്റെ അടുത്ത സുഹൃത്തായിട്ടുള്ള പിഷാരടിക്ക് മണ്ഡലത്തിലെ ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യതയുണ്ട്. 2011 മുതൽ കോൺഗ്രസ് കൈവശം വെച്ചിരിക്കുന്ന ഈ മണ്ഡലം നിലനിർത്തേണ്ടത് പാർട്ടിയുടെ അഭിമാന പ്രശ്നമാണ്. BJP 2ാം സ്ഥാനത്തെത്തുന്ന പാലക്കാട്ട് പിഷാരടിയെ പോലെ ഒരു സെലിബ്രിറ്റി സ്ഥാനാർത്ഥി വിജയസാധ്യത വർദ്ധിപ്പിക്കുമെന്നാണ് നേതൃത്വത്തിൻ്റെ ഇപ്പോൾ കണക്കുകൂട്ടൽ. ഇത്തരത്തിൽ കൃത്യമായ ആസൂത്രണത്തോടെയുള്ള കരുനീക്കങ്ങളിലൂടെ തങ്ങളുടെ രാഷ്ട്രീയ പ്രസക്തി തെളിയിക്കാനാണ് രാഹുലും കോൺഗ്രസും ഇപ്പോൾ ഇവിടെ ഒരുങ്ങുന്നത്.